അടുത്ത ദിവസം രാവിലെ ബിഗ്ടോയിലുള്ള ഫോക്ക് മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റിസപ്ഷനിൽ നിന്നും ടിക്കറ്റൊക്കെ എടുത്ത് നോർവേയുടെ പുരാതന ചരിത്രശേഷിപ്പുകളുള്ള ഒരു ബിൽഡിംഗിലേക്കാണ് പോയത്. പുരാതന കാലത്തെ ഒരു സ്ലഡ്ജ് ഉൾപ്പെടെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം ഇവിടുത്തെ പ്രധാന ആകർഷണമായ ഓപ്പൺ എയർ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നോർവേയുടെ പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന 150-ൽ അധികം വീടുകളും മറ്റും ഇവിടെയുണ്ട്. ദേ ഈ കാണുന്ന മരത്തടികൾ കൊണ്ടുള്ള വീടുകൾ നോർവീജിയൻ ഗ്രാമങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന തരത്തിലുള്ളവയാണ്. ഒരു ടിപ്പിക്കൽ ഫാം ഹൗസിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. കൂറ്റൻ തടികളാൽ നിർമ്മിച്ച ഈ വീടുകളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ എനിക്ക് സത്യത്തിൽ പറ്റുന്നില്ല. അത്രയ്ക്കും അടിപൊളിയാണിത്. ഇതൊരു കന്നുകാലി തൊഴുത്താണ്. ഈ വീടൊക്കെ ക്യാമറയിൽ അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ലെങ്കിലും നേരിട്ട് കാണുന്നത് ഒരു അനുഭവം തന്നെയാണ്. ഓരോ പ്രദേശത്ത് ഓരോ സ്റ്റൈൽ നിർമ്മിതിയാണ്. ദേ ഇതാണ് ഒരു സാധാരണ നോർവീജിയൻ ഗ്രാമത്തിലെ വീടിനുൾവശം. ഫുഡ് വയ്ക്കാനുള്ള സ്ഥലവും കട്ടിലും മറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് വാൾഡേസ് എന്ന പ്രദേശത്തെ ഫാം ഹൗസ് ആണ്. മറ്റു പ്രദേശത്തേക്കാൾ അല്പം വ്യത്യസ്തതയാണ് ഇതിന്. ഈ കമ്പ് ചെരിച്ചു വെച്ചുള്ള ഫെൻസിംഗ് പാറ്റേൺ പോലും എനിക്ക് അല്പം വ്യത്യസ്തതയുള്ളതായി തോന്നി. ഇനിയൊരൽപ്പം മോഡേൺ പ്രദേശത്തെ കാഴ്ചകളാണ്. ഒരു പെട്രോൾ പമ്പ് മുഴുവനായും ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ അല്പം കൂടെ മോഡേണായ വീടുകളും കടകളും പിന്നെ കല്ലുവരിച്ച വഴികളും കാണാം.
ദേ ഇത് എവിടെയോ ഉള്ള ഒരു ടൗൺ സ്ക്വയർ അപ്പാടെ റീബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതായി ഞങ്ങൾ പോയത് കോൺ ടിക്കി മ്യൂസിയത്തിലേക്കാണ്. തോർ ഹൈൽദാൽ എന്ന നോർവീജിയൻ സാഹസികൻ 1947 പെറുവിൽ നിന്ന് പസഫിക് ഓഷനിലെ പൊളിനീഷ്യൻ ദ്വീപിലേക്ക് സഞ്ചരിച്ച ബൽസ തടി കൊണ്ടുള്ള ചെങ്ങാടം സൂക്ഷിക്കാനും അതിൻ്റെ ചരിത്രം വിവരിക്കാനുമുള്ള ഒരു മ്യൂസിയമാണ് കൊണ്ടകി മ്യൂസിയം. തോർ ഉൾപ്പെടെ 6 പേരാണ് ഒരു മോട്ടോർ കൺട്രോളുമില്ലാതെ പരമ്പരാഗത രീതിയിൽ 101 ദിവസം കടലിലൂടെ സഞ്ചരിച്ചത്. തോർ തൻ്റെ തിയറിയായ പൊളിനീഷ്യൻ ദ്വീപിലെ കുടിയേറ്റം സൗത്ത് അമേരിക്കയിൽ നിന്നാണ് സംഭവിച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ യാത്ര നടത്തിയത്. 1947 ഏപ്രിൽ 28 തുടങ്ങിയ ഈ യാത്ര 101 ദിവസം കൊണ്ട് 6900 കിലോമീറ്റർ താണ്ടി റാറോറിയ എന്ന ദ്വീപിലാണ് എത്തിയത്. അന്നുവരെ ലോകം വിശ്വസിച്ച ഏഷ്യൻ രാജ്യക്കാരുടെ കുടിയേറ്റമാണ് പൊളിനീഷ്യൻ ദ്വീപിലുണ്ടായത് എന്ന തിയറിയാണ് അന്ന് മാറ്റിയെഴുതപ്പെട്ടത്. നീന്തൽ പോലും അറിയാത്ത തോർ തൻ്റെ ജീവൻ പണയം വെച്ചാണ് തൻ്റെ കൂട്ടുകാരോടൊപ്പം ഈ സാഹസികത ചെയ്തത്. ഈ ചെങ്ങാടത്തിൻ്റെ പായിൽ വരച്ചിരിക്കുന്ന രൂപമാണ് ദ്വീപ് നിവാസികളുടെ ദൈവമായ ടിക്കി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടിക്കി. ദ്വീപ് നിവാസികൾ ഈ ടിക്കിയാണ് ദൈവമായി ആരാധിക്കുന്നത്. ചെങ്ങാടം ഇരിക്കുന്നതിൻ്റെ അടുത്ത വശത്ത് R2 എന്നൊരു ബോട്ട് കൂടിയുണ്ട്. പുരാതന ഈജിപ്ഷ്യൻ സ്റ്റൈൽ ബോട്ടാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചു കഴിയുമ്പോൾ പറയാം. നമുക്ക് വീണ്ടും ചെങ്ങാടത്തിലേക്ക് പോകാം. തോറിൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ US മിലിറ്ററിക്കാരുടെ വക ഭക്ഷണവും മറ്റു ക്യാൻഡ് ഫുഡുകളും അവരിൽ നിന്ന് ലഭിച്ചു. ഈ യാത്രയെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശനവും നമുക്കിവിടെ കാണാം. ഇതാണ് ലോകത്തെ വെല്ലുവിളിച്ച് ചെങ്ങാടത്തിൽ പസഫിക് കടന്ന 6 ധൈര്യശാലികൾ.
ഇനി അവർ സമുദ്രത്തിൽ കൂടി പോയപ്പോൾ ചെങ്ങാടത്തിൻ്റെ അടിവശം എങ്ങനെയായിരുന്നു എന്ന് ഈ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അവരുടെ ചെങ്ങാടത്തിൻ്റെ അടിയിൽ കൂടി അവരെ വളരെ ദൂരെ അനുഗമിച്ച ഒരു വെയിൽ ഷാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡെമോയാണിത്. തടി കൊണ്ടുള്ള ചെങ്ങാടമായതിനാൽ അടിയിൽ പായൽ പിടിക്കുകയും ഈ പായലുകൾ തിന്നാൻ കടൽ ആമകളും മറ്റു മീനുകളും വരുമായിരുന്നു. അവരെ പിടിച്ചു തിന്നാൻ ഒരു കെട്ടു ഷാർക്കും. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. അവരുടെ യാത്ര ഒട്ടും എളുപ്പമല്ലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അത് കഴിഞ്ഞു ചെല്ലുന്നത് തോർ ഈസ്റ്റർ ഐലൻഡിൽ കണ്ടെത്തിയ പല സാധനങ്ങളും അതോടൊപ്പം തന്നെ അവിടെ കണ്ടെത്തിയ ഗുഹകളുടെ മാതൃകയാണ്. ഗുഹയ്ക്കുള്ളിൽ പലതരം ചുവർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈസ്റ്റർ ഐലൻഡിൽ നിന്നും തോർ കൊണ്ടുവന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെറിയ പുരാവസ്തുക്കളാണ് ഇതെല്ലാം. ഇത് കഴിഞ്ഞ് ചെല്ലുന്നത് തോറിൻ്റെ ഒരു മെഴുകു പ്രതിമയുടെ അടുത്തേക്കാണ്. ഇതാണ് തോർ എന്ന നോർവീജിയക്കാരനായ ആ മഹാൻ. നേരത്തെ ഞാൻ പറഞ്ഞ RI-2 എന്ന ബോട്ടാണിത്. പുരാതന ഈജിപ്ഷ്യൻ സ്റ്റൈലിൽ പുല്ലുപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥ RI-2 എന്ന ബോട്ടിൽ തോർ മൊറോക്കോയിൽ നിന്നും ബാർബഡോസ് വരെ പോയിട്ടുണ്ട്. ഈ കാണുന്ന ബോട്ട് അതിൻ്റെ ഒരു റെപ്ലിക്കയാണ്. അടുത്തതായി ഞാൻ പോയത് ഫ്രാം മ്യൂസിയത്തിലേക്കാണ്. നോർവീജിയൻ എക്സ്പ്ലോററായ നാൻസൻ നോർത്ത് പോളിൽ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ദൂരം എത്തിയത് ഈ കപ്പലിൽ സഞ്ചരിച്ചായിരുന്നു.
എ ജേർണി ടു ദ ഐസ് എന്നാണ് ഈ ഫ്രാം എക്സ്പെഡീഷൻ അറിയപ്പെടുന്നത്. അന്ന് നാൻസൻ ഉപയോഗിച്ച അതേ കപ്പൽ തന്നെയാണ് ഇവിടെയുള്ളത്. പന്ത്രണ്ട് നാവികർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായി 1893 നാൻസൻ തൻ്റെ ആർട്ടിക് എക്സ്പെഡീഷൻ ആരംഭിച്ചത്. അവസാനിച്ച ഈ എക്സ്പെഡീഷനിൽ അവർ കഠിനമേറിയ തണുപ്പും അസുഖങ്ങളും വിശപ്പും കൂടാതെ ഹിമകരടികളെ വരെ നേരിടേണ്ടി വന്നു. കപ്പലിനുള്ളിൽ കയറിയാൽ ധാരാളം മുറികളും പിന്നെ സെയിലേഴ്സ് ഉപയോഗിച്ച പാത്രങ്ങളും കിടക്കകളും എന്തിന് എൻജിൻ റൂം വരെ നമുക്ക് കയറി കാണാം. പുറത്തിറങ്ങിയാൽ ആ എക്സ്പെഡീഷൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കൂടി അവിടെ കാണാം.
2 ലൈഫ് ബോട്ടുകളെ ഈ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ. ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന എൻജിൻ കൂടാതെ പായ്മരങ്ങളും ഇതിലുണ്ട്. അന്നത്തെ എക്സ്പെഡീഷൻ്റെ ഒരു ചെറിയ മാതൃക ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അന്നത്തെ കപ്പലിനുൾവശവും പിന്നെ ഐസ് മലകളും ഗുഹയും മറ്റും ഇവിടെ ഒരു മോഡലായി നിർമ്മിച്ചിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് ഇതിനുള്ളിൽ കയറിയാൽ. അന്നത്തെ നാവികർ ഈ തണുപ്പിനെയാണ് അതിജീവിച്ചതെന്ന് സന്ദർശകരെ മനസ്സിലാക്കി കൊടുക്കാനാണിത്. ഓസ്ലോയിലെ അവസാന രാത്രി ആയതുകൊണ്ട് അല്പം നോർവേ സ്പെഷ്യൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കഫിസ്റ്റോവ എന്ന റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ സ്റ്റാർട്ടറായി ഓർഡർ ചെയ്തത് റെയിൻഡിയർ റെഡ് വൈനിൽ മാറിനേറ്റ് ചെയ്തതും വൈൽഡ് മഷ്റൂം ചേർന്നുള്ള ഒരു ഫുഡായിരുന്നു. എനിക്ക് അത് അത്ര പിടിച്ചില്ല. നോർവേയിലും ആർട്ടിക് ഓഷനിലും കണ്ടുവരുന്ന ആർട്ടിക് ചാർ എന്ന മീൻ ഐറ്റമാണ് ഞാൻ മെയിൻ കോഴ്സായി ഓർഡർ ചെയ്തത്. സാൽമൺ മീനിൻ്റെ അതേ ടേസ്റ്റായിരുന്നു ഇതിന്. അങ്ങനെ ഇന്ന് നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ്. ട്രാം കയറി ഇറങ്ങി ഓസ്ലോ സ്റ്റേഷനിലേക്കുള്ള നടപ്പാണ്. സ്റ്റേഷന് മുമ്പിലായി ഇങ്ങനെ കുറച്ച് കാഴ്ചകളുമുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ നാസിപ്പടയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ചുറ്റിക പ്രതിമ. ഇതാണ് പ്രശസ്തമായ ഓസ്ലോയിലെ ടൈഗർ സ്റ്റാച്യു. ഓസ്ലോ സിറ്റിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെയാണ് ഈ ടൈഗർ സ്റ്റാച്യു സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഓസ്ലോ സെൻട്രൽ സ്റ്റേഷൻ. ഇതിനു മുമ്പിലായി ഒരു പിടിയും കിട്ടാത്ത തരത്തിലുള്ള കുറേ സ്തൂപങ്ങളുണ്ട്. ഇനി എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. ഫ്ലൈ ടു ഗെറ്റ് എന്ന എയർപോർട്ട് സ്പെഷ്യൽ ട്രെയിനിലാണ് പോകുന്നത്. 20 മിനിറ്റ് കൊണ്ട് അതങ്ങെത്തും. ടിക്കറ്റ് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊബൈലിലേക്ക് ഡിജിറ്റൽ ടിക്കറ്റ് വരും. പ്ലാറ്റ്ഫോമിലെത്തി 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈ ടു ഗെറ്റ് ട്രെയിൻ എത്തി. നല്ല കിടിലൻ ട്രെയിനായിരുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൽ ടിക്കറ്റ് വേണ്ട.
സീറ്റൊക്കെ നോക്കിയേ, നല്ല അടിപൊളി. പെട്ടെന്ന് തന്നെ ഓസ്ലോ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഓസ്ലോ സിറ്റിയോട് തൽക്കാലം ഞങ്ങൾ വിട പറയുകയാണ്. ഇനി ചിലപ്പോൾ വരുമായിരിക്കും, അറിയില്ല. ട്രെയിൻ ഇപ്പോൾ കൺട്രി സൈഡ് വഴിയാണ് പോകുന്നത്. നോക്കത്താ ദൂരത്ത് കിടക്കുന്ന കൃഷിപ്പാടങ്ങളും അതിനിടയിലെ നോർവീജിയൻ വീടുകളും. ട്രെയിൻ ഇപ്പോൾ ഓസ്ലോയിലെ മെയിൻ എയർപോർട്ടായ ഗാർഡമാൻ എയർപോർട്ട് സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് വെച്ച് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ ബാരിക്കേഡുകൾ തുറക്കുകയുള്ളൂ. ഈ എസ്കലേറ്റർ നേരെ കയറി ചെല്ലുന്നത് എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റി ചെക്ക് ഇൻ ഏരിയയിലേക്കാണ്. ചെക്കിനൊക്കെ ചെയ്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇപ്പോൾ ഞങ്ങളുടെ ഗേറ്റിനടുത്തുള്ള റെസ്റ്റ് ഏരിയയിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും മറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാണുന്ന നോർവീജിയൻ എയർലൈൻസിൻ്റെ പ്ലെയിൻ ഞങ്ങളുടെ ഗേറ്റിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മാഞ്ചസ്റ്ററിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.